എൻസൈക്ലോവിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ത്യയിലെ UPI ഇടപാടുകളുമായി ബന്ധപ്പെടുത്തിയുള്ള പുതിയ മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്തെ ദൈനംദിന പണമിടപാടുകൾക്കായിട്ട് UPI ആപ്പുകളെ ആശ്രയിക്കുന്നവരാണ് ഇപ്പോഴത്തെ വലിയൊരു വിഭാഗം ജനങ്ങളും. ഫോൺപേ, പേടിഎം തുടങ്ങിയ നിരവധി പ്ലാറ്റ്ഫോമുകൾ വഴി പല തവണ പണം കൈമാറുന്നവർക്കും ബാലൻസ് പരിശോധിക്കുന്നവർക്കുമാണ് പ്രധാനമായിട്ടും ഈ ഒരു മാറ്റം ബാധകമാകുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഓഗസ്റ്റ് 1 മുതൽ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഉപഭോക്താക്കളുടെ സുരക്ഷാ സേവനത്തിന്റെ വേഗതയും വിശ്വാസ്യതയും എന്നിവ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പുതിയ ചട്ടങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയ നിയമങ്ങൾ പ്രകാരം ഒരു ഉപഭോക്താവ് 24 മണിക്കൂർ പരമാവധി പരിധിക്കുള്ളിൽ 50 തവണ മാത്രമേ ബാലൻസ് പരിശോധന നടത്തുവാനായിട്ട് പാടുള്ളൂ. അതോടൊപ്പം തന്നെ ഇതിന് മുകളിലായിട്ട് നടത്തുന്ന റിക്വസ്റ്റുകൾ അനുവദിക്കപ്പെടുന്നതല്ല. അതുപോലെ തന്നെ ഓരോ ദിവസവും 25 തവണ മാത്രമേ UPI വഴി ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനോ അല്ലെങ്കിൽ വിശദാംശങ്ങൾ റീഫ്രഷ് ചെയ്യുവാനോ സാധിക്കുകയുള്ളൂ. പല ഉപഭോക്താക്കളും ഒരേ പണം അയച്ചു കിട്ടിയോ എന്ന് ഉറപ്പാക്കുവാനായിട്ട് വീണ്ടും സ്റ്റാറ്റസ് പരിശോധിക്കുന്നതും ഒരേ ലിങ്ക് വീണ്ടും മറ്റ് വിവരങ്ങളൊക്കെ വീണ്ടും ഉപയോഗിക്കുന്നതുമാണ് ഇത്തരം നിയന്ത്രണങ്ങൾക്ക് പിന്നിലുള്ള പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഈ ഒരു മാറ്റം പണം അയക്കൽ, സ്വീകരിക്കൽ, സ്കാൻ ആൻഡ് പേ, അതോടൊപ്പം തന്നെ ഓട്ടോ ഡെബിറ്റ് തുടങ്ങിയ പ്രധാന ഇടപാടുകളെ ബാധിക്കുന്നതല്ല. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മാനിച്ചുകൊണ്ടുള്ള സേവനങ്ങൾ പൂർണ്ണമായിട്ടും ഇപ്പോഴും നിലവിൽ ലഭ്യമാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.